നമസ്കാരം. എല്ലാവർക്കും +1 പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പഠനം ആരംഭിക്കാം. ഫസ്റ്റ് ഇയറിൽ പ്രധാനമായിട്ടും 2 പുസ്തകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന പുസ്തകവും പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന പുസ്തകവുമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ഫസ്റ്റ് പുസ്തകത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഭരണഘടന എന്തുകൊണ്ട് എപ്രകാരം എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഭരണഘടന എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോഡി ഓഫ് റിട്ടൺ ഓർ അൺറിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് റെഗുലേറ്റ് ദി ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റ്. ഭരണഘടന എഴുതപ്പെട്ടതാകാം, എഴുതപ്പെടാത്തതാകാം. അതിൻ്റെ അകത്ത് നിയമങ്ങളും നിർദ്ദേശങ്ങളും എഴുതി വച്ചിരിക്കുന്നു. ആരുമായിട്ട് ബന്ധപ്പെട്ടത്? സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും അടങ്ങിയ എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഭരണഘടന ഏതാണ്? ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത് 1776 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ രൂപീകരിച്ച അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ചെറുതായിട്ടുള്ള ഭരണഘടന എന്ന് പറയുന്നത്. അത് എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ നമുക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ദി ബിഗസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ്. ഏറ്റവും വലിയ ഭരണഘടന ലോകത്തിലെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഏറ്റവും ചെറിയ ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭരണഘടനയാണ്. 2 ഭരണഘടനയും എഴുതപ്പെട്ട ഭരണഘടനയാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഭരണഘടനയുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച വേറൊരു വാക്ക് കൂടിയുണ്ട്, റിട്ടൺ ഓർ അൺറിട്ടൺ. എഴുതപ്പെടാത്ത ഭരണഘടനയുണ്ട്. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് എഴുതി വച്ചിട്ടില്ല. അങ്ങനെയുള്ള ഭരണഘടനയ്ക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ബ്രിട്ടന്റെ ഭരണഘടന എന്ന് പറയുന്നത് അൺറിട്ടൺ ഭരണഘടനയാണ്. എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിട്ടില്ല. ചില കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ കൺവെൻഷനായിട്ട് ആചാരങ്ങളായിട്ട് തുടർന്നു കൊണ്ടുപോകുന്നു. അങ്ങനെ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയ ഒരു പുസ്തകത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ആരുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗവൺമെന്റിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോഡി ഓഫ് റിട്ടൺ ഓർ അൺറിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് റെഗുലേറ്റ്സ് ദ ഫംഗ്ഷനിങ് ഓഫ് എ ഗവൺമെന്റ്. നമുക്ക് ഭരണഘടനയ്ക്ക് കുറച്ചുകൂടി നല്ല ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. Constitution is a compact document that comprises a number of articles about the state, specifying how the state is to be constituted and what norms it should follow. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കോമ്പാക്ട് ഡോക്യുമെന്റ്. ഭരണഘടന എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു പുസ്തകമാണ്, എല്ലാം അടങ്ങിയ ഒരു പുസ്തകമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കോമ്പാക്ട് ഡോക്യുമെന്റ് ദാറ്റ് കംപ്രൈസസ് എ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് അബൌട്ട് ദി സ്റ്റേറ്റ്. ഇതിൻ്റെ അകത്ത് എന്താണ് ഉൾക്കൊള്ളുന്നത്? ദാറ്റ് കംപ്രൈസസ്, ഉൾക്കൊള്ളുന്നു.
that comprises a number of articles about the state. സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം വകുപ്പുകൾ എഴുതി വച്ചിരിക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഭരണഘടന എന്ന് പറയുന്നത്. സ്പെസിഫൈയിങ് how the state is to be constituted and what norms it should follow. എങ്ങനെയാണ് സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടേണ്ടത്, എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഭരിക്കപ്പെടേണ്ടതെന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് വാട്ട് നോംസ് ഇറ്റ് ഷുഡ് ഫോളോ, എന്തൊക്കെ കാര്യങ്ങളാണ് ആ രാഷ്ട്രം ഫോളോ ചെയ്യേണ്ടത് എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രമാണരേഖയാണെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കോമ്പാക്ട് ഡോക്യുമെന്റ് that comprises a number of articles about the state, specifying how the state is to be constituted and what norms it should follow. ഭരണഘടന എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു പ്രമാണരേഖയാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ പ്രതിപാദിച്ചിരിക്കുന്നു. ആ വകുപ്പുകൾ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ഒരു രാഷ്ട്രം ഭരിക്കപ്പെടേണ്ടതെന്നും എന്തൊക്കെ രീതികളാണ് ആ രാഷ്ട്രം അനുകരിക്കേണ്ടതെന്നും പറഞ്ഞു തരുന്ന സമഗ്രമായിട്ടുള്ള പുസ്തകത്തെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ദ ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. നമുക്ക് വീണ്ടും ചെറിയൊരു ഡെഫിനിഷനാക്കി വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനെ പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കോമ്പാക്ട് ഡോക്യുമെന്റ് ദാറ്റ് സേസ് അബൌട്ട് ദി ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് എ സ്റ്റേറ്റ്. ഭരണഘടന എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മൾ നമ്മുടെ പുസ്തകത്തിൻ്റെ ആദ്യ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ഭരണഘടനയ്ക്ക് പ്രധാനമായിട്ടും 5 ധർമ്മങ്ങളാണുള്ളത്, 5 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്നാമതായിട്ട് പറയുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നു. തേർഡ് പോയിന്റ്, ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. അസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് ദി സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കുന്നു. ആൻഡ് ഫൈനലി, ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ. ഒരു രാഷ്ട്രത്തിലെ വ്യക്തികളുടെ മൗലിക വ്യക്തിത്വം ഉറപ്പാക്കുന്നു. ഭരണഘടനയ്ക്ക് പ്രധാനമായിട്ടും 5 ധർമ്മങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. സെക്കൻഡ് വൺ, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. Third one, limitations on the powers of government. Fourth one, aspirations and goals of society. And fifth one, fundamental identity of the people. നമുക്കിനി ഈ ഓരോ ഫങ്ഷൻസും ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. ഒന്നാമത്തെ ഫങ്ഷനായിട്ട് നമ്മൾ കണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. ഭരണഘടനയുടെ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത്, ലോകത്തിലെ എല്ലാ ഭരണഘടനയുടെയും ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. ഒരു ഏകോപനവും ഉറപ്പും നൽകുക എന്നതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും വൈവിധ്യങ്ങളുള്ള രാജ്യമാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും വിവിധങ്ങളായിട്ടുള്ള ഭാഷകള്, വിവിധങ്ങളായിട്ടുള്ള വേഷങ്ങള്, വിവിധങ്ങളായിട്ടുള്ള ആചാരങ്ങൾ. ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളിലൂടെയൊക്കെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വൈവിധ്യങ്ങൾ ഓരോ രാജ്യങ്ങളിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും
പരസ്പരം അനുസരിക്കാനും പരസ്പരം കൊടുക്കാനുമുള്ള കുറച്ചധികം നിയമങ്ങളും ഓരോ രാഷ്ട്രത്തിലുമുണ്ട്. നേരം ഭരണഘടനയുടെ ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചുമതല എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്, ഹെൽപ്സ് ദി പ്രോബ്ലം ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നു. സെയിം റൂൾ ഫോർ ഓൾ ദി മെമ്പേഴ്സ്, എല്ലാ ആളുകൾക്കും ഒരേ നിയമം കൊടുക്കുന്നു. അന്നേരം നമുക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും ഒരേ നിയമമായതുകൊണ്ട് ഇതേ നിയമം തന്നെ മറ്റുള്ളവരും അനുസരിക്കുന്നുവെന്നോ നമുക്ക് ഉറപ്പാക്കാം. അന്നേരം നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഒരു ഡെഫിനേഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് നമ്മൾ പറയുകയാണ്, ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ബേസിക് റൂൾസ് that allow for minimal coordination amongst the members of a society. ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ പരസ്പരം ഏകോപനം ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ നൽകുക എന്നതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ടു പ്രൊവൈഡ്, നൽകുന്നു, എ സെറ്റ് ഓഫ് ബേസിക് റൂൾസ്, അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ, ദാറ്റ് അലൗസ് ഫോർ മിനിമൽ കോർഡിനേഷൻ എമംഗസ്റ്റ് ദി മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി. ആ നിയമങ്ങൾ മൂലം അംഗങ്ങൾക്കിടയിൽ പരസ്പരമായിട്ടുള്ള ഒരു ഐക്യം രൂപീകരിക്കുന്നു. ഇതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നു. സമൂഹത്തിൽ പല മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പല തീരുമാനങ്ങൾ എടുക്കണം. അന്നേരം ഏത് ഓർഗനാണ് ഇന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത്, ഇതെല്ലാം കൃത്യമായിട്ട് ഭരണഘടനയ്ക്കകത്ത് പ്രതിപാദിച്ചു വച്ചിരിക്കുന്നു. എക്സ്പ്ലെയിൻസ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ഓഫ് ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഗവൺമെന്റിന് 3 ഓർഗൻസ് ആണുള്ളത്, അല്ലെങ്കിൽ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്. ആ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ ലെജിസ്ലേച്ചർ എന്ത് ചെയ്യണം, നിയമനിർമ്മാണ സഭ എന്ത് ചെയ്യണം, എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം എന്ത് ചെയ്യണം, ജുഡീഷ്യറി എന്ത് ചെയ്യണം, ഇക്കാര്യങ്ങളെല്ലാം ഭരണഘടനയ്ക്കകത്ത് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു സ്പെസിഫൈ ഹു ഹാസ് ടു പവർ ടു മേക്ക് ഡിസിഷൻസ് ഇൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത്, ഒരു പ്രശ്നം വരുമ്പോൾ ആരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. ഹൗ ദി ഗവൺമെന്റ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്, എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഭരിക്കപ്പെടേണ്ടതെന്നും ഭരണഘടനയ്ക്കകത്ത് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. അതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ചുമതലയായ സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന് 3 ഓർഗൻസ് ആണുള്ളത്. ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം, ജുഡീഷ്യറി നീതിന്യായ വിഭാഗം. ഇവിടെ നമ്മൾ അതിന്റെ താഴെ കാണുന്ന പിക്ചറിൽ ലെജിസ്ലേച്ചർ മേക്ക് ലോസ്. ലെജിസ്ലേച്ചർ എന്ത് ചെയ്യുന്നു, നിയമങ്ങൾ ഉണ്ടാക്കുന്നു. എക്സിക്യൂട്ടീവ് ഇംപ്ലിമെന്റ് ലോസ്. ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഓർഗനാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദെൻ ജുഡീഷ്യറി റിസോൾവ്സ് ഡിസ്പ്യൂട്ട്. തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്ന ഗവൺമെന്റിന്റെ ഏജൻസിയാണ് അല്ലെങ്കിൽ ഓർഗനാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭരണഘടനയുടെ ചുമതല എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി വെക്കുന്നു. ചില കാര്യങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ ചില ജനങ്ങളുടെ അവകാശങ്ങൾ എടുത്തു കളയരുത്, അത് നിർബന്ധമായിട്ടും ജനങ്ങൾക്ക് കൊടുക്കണമെന്ന്
ഗവൺമെന്റിനെ നിർദ്ദേശിക്കുക കൂടി ചെയ്യുന്ന ചുമതല ഭരണഘടനയ്ക്കുണ്ട്. ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ് ടു സെറ്റ് സം ലിമിറ്റ്സ് on what a government can impose on its citizens. These limits are fundamental, that government may never trespass them. To set some limits on what government can impose on its citizens. പൗരന്മാരുടെ മേൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഗവൺമെന്റിന് പരിമിതികൾ ഉള്ളത് എന്ന് ഭരണഘടനയ്ക്കകത്ത് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ആ പരിമിതികൾ എന്ന് പറയുന്നത് മൗലികമാണ്, ഫണ്ടമെന്റലാണ്. അതൊരിക്കലും ഗവൺമെന്റിന് ട്രസ്പാസ് ചെയ്യാനുള്ള അനുവാദമില്ല, അതിക്രമിച്ച് കടക്കാനുള്ള അവകാശമില്ല. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ് മൗലിക അവകാശങ്ങൾ. ഒരാളുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിച്ചാൽ കോടതി അദ്ദേഹത്തിന്റെ മൗലിക അവകാശം നേടിക്കൊടുക്കും. അങ്ങനെ ഒരാളുടെ മൗലിക അവകാശത്തെ തൊടാനൊന്നും ഗവൺമെന്റിന് അധികാരങ്ങളില്ല. ഇങ്ങനെ എന്തൊക്കെ പരിമിതികളാണ് അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന് ഉള്ളത് എന്ന് കൃത്യമായിട്ട് ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ആ പരിമിതികളെ, ഗവൺമെന്റിന്റെ ഈ പരിമിതികളെ ഒരിക്കലും ഗവൺമെന്റിന് മറികടക്കാനുള്ള അവകാശവുമില്ല. മൂന്നാമത്തെ പോയിന്റ്, ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ഗവൺമെന്റ് ടു സെറ്റ് സം ലിമിറ്റ്സ് ഓൺ വാട്ട് എ ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് ഓൺ ഇറ്റ്സ് സിറ്റിസൺസ്. These limits are fundamental, that government may never trespass them. For example, fundamental rights. Then ഭരണഘടനയുടെ നാലാമത്തെ ചുമതല അസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തിയാക്കുക എന്നതാണ് ഭരണഘടനയുടെ നാലാമത്തെ ചുമതല എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതും ഗവൺമെന്റിന്റെ ചുമതലയാണ്. ആ ചുമതലയെക്കുറിച്ച് കൃത്യമായിട്ട് ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചിട്ടുണ്ട്. വെൽഫെയർ മെഷേഴ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ ലൈവ്ലിഹുഡ്, ഉപജീവന മാർഗം എന്നിവ എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ അവരുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു സമൂഹത്തെ എപ്രകാരം കെട്ടിപ്പടുക്കണമെന്ന് ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ടു എനേബിൾ ദി ഗവൺമെന്റ് ടു ഫുൾഫിൽ ദി അസ്പിറേഷൻസ് ഓഫ് എ സൊസൈറ്റി ആൻഡ് ക്രിയേറ്റ് കണ്ടീഷൻസ് ഫോർ എ ജസ്റ്റ് സൊസൈറ്റി. To enable the government to fulfill the aspiration of a society. ഒരു സമൂഹത്തിന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റിനോട് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ സമൂഹത്തിന് നേടിക്കൊടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ആൻഡ് ക്രിയേറ്റ് കണ്ടീഷൻ ഫോർ എ ജസ്റ്റ് സൊസൈറ്റി. അങ്ങനെ നീതിയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കണം. സമൂഹത്തിൽ എല്ലാവർക്കും നീതി കിട്ടത്തക്ക രീതിയിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ആയിട്ട്. അപ്പം നമ്മളോട് പറയുകയാണ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം മൗലിക അവകാശത്തില് എഴുതി വച്ചിട്ടുണ്ട് 21A 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം. അന്നേരം ആ അകത്തുള്ള കുട്ടികൾക്ക്, 6 വയസ്സിനും 14 വയസ്സിനും പെടുന്ന കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യേണ്ട, ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഫംഗ്ഷന്റെ അകത്ത് പറയുകയാണ്
ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ. ഒരു വ്യക്തിയുടെ മൗലിക വ്യക്തിത്വം ഉറപ്പാക്കുക. ഒരു സമൂഹത്തില് അവൻ്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഞാൻ ഇന്ത്യക്കാരനാണ്, നമ്മൾ ഒന്നാണ്, ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ള ഒരു വ്യക്തിത്വം എനിക്ക് ഉണ്ടാക്കി തരിക എന്നതാണ് ഭരണഘടനയുടെ 5ാമത്തെ ചുമതല എന്ന് പറയുന്നത്. ദ പീപ്പിൾ ആസ് എ കളക്റ്റീവ് എൻറ്റിറ്റി കം ഇൻ ടു ബീയിങ് only through a basic constitution. നമ്മൾ ഒന്നെന്നുള്ള ഒരു ഫീലിങ്സ് നമ്മളിൽ ഉണ്ടാകുന്നത് ത്രൂ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്, ഭരണഘടനയിലൂടെയാണ്. നമുക്കറിയാം, വിവിധ ഭാഷകള്, വിവിധ സംസ്കാരങ്ങള്, വിവിധ മതങ്ങള്, വിവിധ ആചാരങ്ങളെല്ലാം അനുഷ്ഠിച്ചു പോരുന്ന ജനങ്ങളെ നിങ്ങൾ ഒന്നാണ്, നിങ്ങൾ ഇന്ത്യക്കാരാണെന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉളവാക്കാൻ സഹായിക്കുക എന്നത് ഭരണഘടനയുടെ ചുമതലയാണ്. വി ഇന്ത്യൻ, ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ് എന്നുള്ള ഒരു ചിന്താഗതി ഓരോ വ്യക്തിയിലും ഉണ്ടാക്കുക എന്നത് ഭരണഘടനയുടെ 5ാമത്തെ ചുമതലയാണ്. നമ്മൾ 5 ചുമതലകളാണ് ഭരണഘടനയുടെ കണ്ടത്. ഒന്നാമത്തെ നമ്മൾ കണ്ടു, കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്, ഏകോപനവും ഉറപ്പും നൽകുന്നു. 2, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നു. ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. അസ്പിരേഷൻ ആൻഡ് ഗോൾ ഓഫ് എ സൊസൈറ്റി, ഒരു സമൂഹത്തിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാധിച്ചു കൊടുക്കുക. ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ, ഒരു വ്യക്തിയുടെ മൗലിക വ്യക്തിത്വം ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനയുടെ ചുമതലകൾക്കകത്തുള്ളത്. ഇനി ഒരു ഭരണഘടനയെ മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ അതിനൊരു അതോറിറ്റി വേണം, അല്ലെങ്കിൽ ഒതന്റിസിറ്റി വേണം, ഒരു ആധികാരികത. ഭരണഘടനയുടെ ആധികാരികതയെ വെളിവാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഡെഫിനിഷൻ കണ്ടിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കോമ്പാക്ട് ഡോക്യുമെന്റ് ദാറ്റ് കംപ്രൈസസ് എ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് അബൌട്ട് ദി സ്റ്റേറ്റ്, സ്പെസിഫൈ how the state is to be constituted and what norms it should follow. ഭരണഘടന എന്ന് പറയുന്നത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്രമാണരേഖയാണ്. സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ അതിൻ്റെ അകത്ത് പരാമർശിക്കുന്നു. ഒരു രാഷ്ട്രം എപ്രകാരമാണ് ഭരിക്കപ്പെടേണ്ടതെന്നും ഏതൊക്കെ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകേണ്ടതെന്നും ഭരണഘടന നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി ഒരു ഭരണഘടനയുടെ ആധികാരികതയെ വെളിവാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പറയുകയാണ് മോഡ് ഓഫ് പ്രൊമൾഗേഷൻ, പ്രഖ്യാപന രീതി. എങ്ങനെയാണ് ഒരു ഭരണഘടന നിലവിൽ വന്നത്? രണ്ടാമതായിട്ട് പറയുകയാണ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ അകത്തെ നിർദ്ദേശങ്ങൾ, ഭരണഘടനയ്ക്കകത്തെ നിർദ്ദേശങ്ങൾ. മൂന്നാമതായിട്ട് പറയുകയാണ് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻസ്, ഇതിൻ്റെ അകത്തെ സ്ഥാപന രൂപരേഖ. ഈ 3 കാര്യങ്ങളാണ് ഒരു ഭരണഘടനയെ ആധികാരികമാക്കുന്നത്. അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയെ ആധികാരികമാക്കുന്ന 3 ഘടകങ്ങൾ. ഒന്നാമതായിട്ട് പ്രഖ്യാപന രീതി, അത് എപ്രകാരമാണ് നിർമ്മിക്കപ്പെട്ടത്, ഏതൊക്കെ രീതിയിലൂടെയാണ് ഇന്ന് കാണുന്ന ഭരണഘടന നിർമ്മിക്കപ്പെട്ടത്, ആരാലാണ് നിർമ്മിക്കപ്പെട്ടത്, ഇക്കാര്യങ്ങളെല്ലാമാണ് മോഡ് ഓഫ് പ്രൊമൾഗേഷൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ
അനുസരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ബാധ്യസ്ഥരാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതി വച്ചിട്ടുണ്ട്, ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതെന്റെ ഭരണഘടനയാണ് എന്നുള്ള ഒരു ചിന്താഗതി മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ അവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം, ഭരണഘടനയ്ക്കകത്ത് ഉണ്ടായിരിക്കണം. അക്കാര്യങ്ങളാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻസ്. എങ്ങനെയാണ് ഒരു ഭരണഘടനയ്ക്കകത്ത് ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികളായിട്ടുള്ള ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, മറ്റ് ഏജൻസികളെ ഒക്കെ അതിൻ്റെ അകത്ത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്, അതും ബാലൻസ്ഡായിട്ട് സന്തുലിതമായിട്ട് ഓരോ സ്ഥാപനങ്ങളെയും എപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ്റെ അകത്ത് പറയുന്നത്. നമുക്ക് മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ എന്താണെന്ന് നോക്കാം. പ്രഖ്യാപന രീതി. മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ റെഫേഴ്സ് ടു ഹൗ കോൺസ്റ്റിറ്റ്യൂഷൻ കംസ് ഇൻ ടു ബീങ്. ഭരണഘടന എപ്രകാരമാണ് നിലവിൽ വന്നത് എന്നതാണ് മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒതന്റിസിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫ്രെയിമേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മെത്തേഡ് ഓഫ് ഡ്രാഫ്റ്റിംഗ്. ഒരു ഭരണഘടനയുടെ ആധികാരികത എന്ന് പറയുന്നത് അത് നിർമ്മിച്ച ആളുകളെയും അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച മെത്തേഡുകളെയും ആശ്രയിച്ചു കൊണ്ടിരിക്കും. ഒന്ന് നമുക്കറിയാം, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്. അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായിരുന്നു അതിൻ്റെ അകത്ത് വന്നത്. അന്നേരം അതിൻ്റെ അകത്ത് ജനങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടായതുകൊണ്ട് ഇത് ജനങ്ങളുടെ ഭരണഘടനയായിരുന്നു. ഇനി നമുക്ക് നോക്കാം, ഒരു സ്വേച്ഛാധിപതി ഭരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മിലിറ്ററി റൂളർ ഭരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഉണ്ടാക്കുന്ന ഭരണഘടന എന്ന് പറയുന്നത് ആ സ്വേച്ഛാധിപതിക്കോ അല്ലെങ്കിൽ ആ സൈനിക തലവനോ അനുകൂലമായിട്ടുള്ള ഒരു ഭരണഘടനയായിരിക്കും ഉണ്ടാക്കുന്നത്. അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അന്നേരം ഒരു ഭരണഘടനയുടെ ആധികാരികത എന്ന് പറയുന്നത് അത് എപ്രകാരമാണ് നിലവിൽ വന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ made by the representatives of people are more responsible and successful. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാൽ നിർമ്മിക്കപ്പെട്ട ഭരണഘടനകൾ എന്ന് പറയുന്നത് ലോകത്ത് വിജയിച്ച ഭരണഘടനകളാണ്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണ് ഇന്ത്യൻ ഭരണഘടന, സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടന, അമേരിക്കൻ ഭരണഘടന. ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും വിജയിച്ച ഭരണഘടനകൾക്ക് ഉദാഹരണമാണ്. കാരണം ഈ ഭരണഘടനകളെല്ലാം നിർമ്മിക്കപ്പെട്ടത് ഒരു ദേശീയ സമരത്തിന് ശേഷമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1776 അമേരിക്കൻ ഭരണഘടന നിർമ്മിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം നടന്നതിന് തൊട്ട് ചേർന്ന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുൻപ് 1946 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആരംഭിക്കുന്നു. 49 ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കപ്പെടുന്നു നവംബർ 26. ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന നോക്കുകയാണെങ്കിലും അവിടെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിലുള്ള സമരത്തിന് ശേഷം അവിടെ ഒരു ഭരണഘടന നിലവിൽ വരുന്നു. ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ജനപ്രതിനിധികള്, ഉത്തരവാദിത്തപ്പെട്ട ആളുകള് ആയിരുന്നു ഈ ഭരണഘടനയുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഭരണഘടനകളെല്ലാം വിജയകരമായിട്ടുള്ള ഭരണഘടനകളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ.
ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണഘടനയ്ക്കകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യും. It gives everyone in society some reason to go along with its provision. ഏതെങ്കിലും ഒരു കാരണത്താൽ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ആരോടൊപ്പം പോകുന്നു? ഭരണഘടനയോടൊപ്പം പോകുന്നു. കാരണം അതിൻ്റെ അകത്ത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. A successful constitution preserves the freedom and equality of all its members. വിജയകരമായിട്ടുള്ള ഒരു ഭരണഘടന എന്ന് പറയുന്നത് അതിലെ എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പാക്കുന്നു. ഇനി ഭരണഘടനയുടെ അതോറിറ്റി വെളിവാക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ, സന്തുലിത സ്ഥാപന രൂപരേഖ. എങ്ങനെയാണ് ഒരു ഭരണഘടനയ്ക്കകത്ത് ഓരോ ഓർഗൻസിനും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അധികാരം വിഭജിച്ചു കൊടുത്തിരിക്കുന്നത്? അത് ഈക്വൽ ആണോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അധികമായി പോയോ? അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് അധികവും ഒരാൾക്ക് തീർത്തും അവകാശങ്ങളില്ലാതെയും വരുമ്പോൾ ആ ഭരണഘടനയെ ബഹുമാനിക്കാൻ മറ്റൊരു ഓർഗൻ തയ്യാറായിരിക്കുകയല്ല. നമുക്ക് നോക്കാം. വെൽ ക്രാഫ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രാഗ്മെന്റ് പവർ ഇൻ സൊസൈറ്റി ഇന്റലക്ച്വലി അക്രോസ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നന്നായിട്ട് തയ്യാറാക്കിയ ഒരു ഭരണഘടന ആ രാജ്യത്തിലെ അധികാരങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് കൃത്യാനുപാതത്തിൽ വിഭജിച്ചു കൊടുക്കുന്നു. വെൽ ക്രാഫ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രാഗ്മെന്റ് പവർ, അധികാരം വിഭജിക്കുന്നു ഇൻ എ സൊസൈറ്റി ഇന്റലക്ച്വലി, ബുദ്ധിപരമായിട്ട് അക്രോസ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് കൃത്യമായിട്ടും തുല്യമായിട്ട് അധികാരങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നു. ഇനി നല്ലൊരു എക്സാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫോർ എക്സാമ്പിൾ, ഫ്രാഗ്മെന്റ് പവർ അക്രോസ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ദി ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതുപോലെ ഓരോ സ്ഥാപനങ്ങളും ഇന്ത്യയിലാണെങ്കിൽ പറയുകയാണ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇന്ത്യയിൽ ഗവൺമെന്റിന് 3 ഓർഗൻസ് ആണുള്ളത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ 3 ഓർഗൻസും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സില് ഭരണഘടനയുടെ ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഒതന്റിസിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയെ എങ്ങനെയാണ് ആധികാരികമാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. നമസ്കാരം. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന പുസ്തകത്തിലെ 1-ാം പാഠത്തിൻ്റെ 2-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഭരണഘടന എന്തുകൊണ്ട്, എങ്ങനെ. നമ്മൾ നമ്മുടെ ആദ്യ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഒരു ഭരണഘടനയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ആർ ദി ഡിഫറെന്റ് ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ നമ്മൾ 5 പോയിന്റുകൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണുകയും ചെയ്തു. അതുപോലെ തന്നെ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയുടെ ആധികാരികത എന്തൊക്കെ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവിടെ നമ്മൾ കണ്ടു മോഡ് ഓഫ് പ്രൊമൾഗേഷൻ, സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. ഇത് നമ്മൾ എല്ലാ ഭരണഘടനയ്ക്കും
കോമൺ ആയിട്ട് പറയുന്ന 2 പോയിന്റുകളാണ്. എല്ലാ ഭരണഘടനയ്ക്കും ചുമതലകളുണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭരണഘടനയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒതന്റിസിറ്റിയുമുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഹൗ വാസ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ്, എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് മെയ്ഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടന നിർമ്മാണ സമിതിയാണ്. സാധാരണ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതാണ്, ഹൂ മെയ്ഡ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് മെയ്ഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. ഇറ്റ് വാസ് ഫസ്റ്റ് സിറ്റിംഗ് ഓൺ 9th December 1946. ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അദ്ദേഹം താൽക്കാലികമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാനായതാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗങ്ങളെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? മെമ്പേഴ്സ് വെയർ എലക്റ്റഡ് ബൈ ഇൻഡയറക്റ്റ് എലക്ഷൻ. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്, എന്താണ് ഡയറക്റ്റ് എലക്ഷൻ, എന്താണ് ഇൻഡയറക്റ്റ് എലക്ഷൻ. ഡയറക്റ്റ് എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രതിനിധികളെ നേരിട്ട് വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, നിയമനിർമ്മാണ സഭയിലേക്ക്, പാർലമെന്റിലെ ലോകസഭയിലേക്ക് നമ്മുടെ അച്ഛനമ്മമാര്, ചേട്ടനും ചേച്ചിയും 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ വോട്ടർമാർ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ അല്ലെങ്കിൽ നേരിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻഡയറക്റ്റ് എലക്ഷൻ? നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട പ്രതിനിധികൾ നമുക്ക് വേണ്ടി പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് എലക്ഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, പ്രസിഡന്റ് എലക്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എലക്ഷനാണ്. നമുക്കറിയാം, നമ്മുടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് നമ്മുടെ അച്ഛനമ്മയോ ചേട്ടനോ ചേച്ചിയോ ഒന്നും നേരിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കുകാരായിട്ടില്ല. അങ്ങനെ ഒരു എലക്ഷൻ നടന്നതും വോട്ടെടുപ്പ് നടന്നതും ഒക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞിരിക്കുന്നത്. അന്നേരം ആരായിരിക്കും പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്? പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ദ എലക്റ്റഡ് MPs ആൻഡ് MLAs, തെരഞ്ഞെടുക്കപ്പെട്ട MPs, മെമ്പർ ഓഫ് ദി പാർലമെന്റ്, പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും, ആൻഡ് എലക്റ്റഡ് MLAs, മെമ്പർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓരോ സംസ്ഥാനങ്ങളിലെയും നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്തു വിടുന്ന അംഗങ്ങളും ആണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്, രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഉള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്. നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട നമ്മുടെ MLAമാരും MPമാരും നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ച് ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്. ഇവിടെയും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് എലക്ഷൻ നടന്നത് എങ്ങനെയാണ്? ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പേഴ്സ് വെയർ എലക്റ്റഡ് ബൈ ഇൻഡയറക്റ്റ് എലക്ഷൻ. ഇൻഡയറക്റ്റ് എലക്ഷനിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. The Constituent Assembly was composed by the plan
പ്രപ്പോസ്ഡ് ബൈ ദി ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ആശയം രൂപം കൊള്ളുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ കണ്ടു. അതിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഓൺ 9th December 1946 ആണ്. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയാണുള്ളത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കുള്ള മൊത്തം അംഗസംഖ്യ എന്ന് പറയുന്നത് 389 പേരായിരുന്നു. 389 മെമ്പേഴ്സ്. ആ 389 മെമ്പേഴ്സ് എന്ന് പറയുന്നത് 1:10 lakh, 10 ലക്ഷം ജനങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന കണക്കിലായിരുന്നു 389 മെമ്പേഴ്സ്, 389 മെമ്പേഴ്സ് അവിടെ വരുന്നത്. പാർഷ്യലി ഇൻഡയറക്റ്റ് എലക്റ്റഡ് ആൻഡ് പാർഷ്യലി നോമിനേറ്റഡ്. ഇതിൻ്റെ അകത്ത് എല്ലാവരെയും ഇൻഡയറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തതല്ല. കുറച്ച് പേരെ ഇൻഡയറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് പേരെ ഇൻഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. അത് ചില രാജാക്കന്മാർ ഭരിക്കുന്ന പ്രദേശത്തെ ആളുകളെ അവിടുത്തെ രാജാക്കന്മാർ തന്നെ നോമിനേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ച, ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് വിവിധ വിഭാഗത്തിൽപ്പെട്ടവർക്കും സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റ് അലോട്ടഡ് ടു മുസ്ലിംസ്, സിഖ് ആൻഡ് ജനറൽ. മുസ്ലിങ്ങൾക്ക് സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു, സിഖുകാർക്ക് സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ജനറൽ സീറ്റും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ രണ്ടായിട്ട് പിളരുന്നു. ഇന്ത്യയെന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് തിരിയുന്നു. അന്നേരം പാകിസ്ഥാൻ പ്രൊവിൻസിനുള്ളവര് ഓട്ടോമാറ്റിക്കായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്ന്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. അതിനുശേഷം എത്ര പേരായിരുന്നു ഉള്ളത്? ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? Composition of the Constituent Assembly. After the partition, members from Pakistan ceased to be members of the Constituent Assembly. Number reduced to 299. നമ്മൾ കണ്ടു, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യ പിരിയുന്നതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആഫ്റ്റർ ദി പാർട്ടീഷൻ, വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗങ്ങളെ ഒഴിവാക്കുകയും അവശേഷിച്ച അംഗങ്ങൾ 299 മെമ്പേഴ്സ് അവശേഷിക്കുകയും ചെയ്തു. മെമ്പേഴ്സ് ഫ്രം ഓൾ റിലീജിയൻസ് ആൻഡ് 28 മെമ്പേഴ്സ് ഫ്രം ഷെഡ്യൂൾഡ് ക്ലാസസ്. ഇന്ത്യയിലെ എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ. അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗത്തിലെ അംഗങ്ങളായിട്ട് 28 പേരും ഉണ്ടായിരുന്നു. ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, മറക്കരുത്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നിങ്ങളുടെ സ്ലൈഡിൽ ചിത്രം കാണാം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഹി വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ദെൻ ഹു വാസ് ദി ആർക്കിടെക്ട് or father of the Indian Constitution and chairman of the drafting committee. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്,
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, കരട് രൂപം തയ്യാറാക്കിയ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ, ഈ 3 പൊസിഷൻസിലും ഇരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആർക്കിടെക്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആൻഡ് ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, കരട് രൂപം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ പോസ്റ്റുകളിൽ ഇരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇനി എപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഓരോ തീരുമാനങ്ങളും രൂപീകരിക്കപ്പെട്ടത്? എപ്രകാരമായിരുന്നു? ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ. എല്ലാ ഭരണഘടനയ്ക്കകത്തെയും വകുപ്പുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസുകൾ വളരെയധികം ചർച്ചകൾക്ക് ശേഷം, അതും രാഷ്ട്രത്തിന് ഏറ്റവും യോജിച്ചത് എന്നതാണ് തെരഞ്ഞെടുത്തത്. ഇതിൻ്റെ അകത്ത് വലിയ ചർച്ചകൾ ഇല്ലാതെ തീരുമാനിച്ചത് യൂണിവേഴ്സൽ സഫറേജ്, പ്രായപൂർത്തി വോട്ടവകാശമായിരുന്നു. നമുക്ക് നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ. ഈച്ച് മെമ്പർ ഡെലിബറേറ്റഡ് അപ്പോൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ദി ഇൻട്രസ്റ്റ് ഓഫ് ഹോൾ നേഷൻ ഇൻ മൈൻഡ്. രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സ്വപ്നം മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. ഈച്ച് മെമ്പർ ഡെലിബറേറ്റഡ് അപ്പോൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഹോൾ നേഷൻ ഇൻ മൈൻഡ്. രാഷ്ട്രം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ തീരുമാനങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരുന്നു സംവാദങ്ങളെല്ലാം നടന്നത്. എവരി മാറ്റർ വാസ് സീരിയസ്ലി ഡിസ്കസ്ഡ് ഇൻ ദി അസംബ്ലി. ഭരണഘടനയ്ക്കകത്ത് ചേർത്ത എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായ ചർച്ചകൾക്ക് ശേഷമാണ് ഭരണഘടനയ്ക്കകത്ത് ആഡ് ചെയ്തത്. Only one provision of the constitution was passed without virtually any debate. is the introduction of the universal suffrage. വലിയ ചർച്ചകൾക്ക് വിധേയമാക്കാതെ, പറഞ്ഞാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിച്ച ഒരു കാര്യമായിരുന്നു പ്രായപൂർത്തി വോട്ടവകാശം. ഭരണഘടന നിലവിൽ വരുമ്പോൾ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. ഇപ്പോൾ ഉള്ളതുപോലെ പ്രായപൂർത്തി വോട്ടവകാശം 18 വയസ്സിലേക്കാകുന്നത് 1989-ലാണ്. 1989 രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ ഭരണഘടനയ്ക്കകത്ത് അമെൻമെന്റ്, ഭേദഗതി വരുത്തി, ഭരണഘടനയ്ക്കകത്ത് മാറ്റം വരുത്തി 21 വയസ്സെന്നുള്ളത് 18 വയസ്സിലേക്ക് ആക്കുകയും ചെയ്തു. ഇനി എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു ഈ സംവാദങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്, ഡിബേറ്റുകൾ എപ്രകാരമായിരുന്നു മുന്നോട്ട് പോയത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സമ്മേളനങ്ങൾ പത്രങ്ങൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഓപ്പണായി കൊടുത്തിരുന്നു. എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചകളിലൂടെയാണ് തീരുമാനിച്ചിരുന്നത്. ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെ 8 കമ്മിറ്റികളായിട്ട് തിരിച്ചു. ഓരോ കമ്മിറ്റികൾക്കും അതിൻ്റെതായിട്ടുള്ള ചെയർമാൻ വെച്ചു. അതിലൊരു കമ്മിറ്റിയാണ് നമ്മൾ ലേശം മുമ്പ് പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഏതാണ്ട് 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1946 ഡിസംബർ മാസം 9-ാം തീയതി ആരംഭിച്ച ഭരണഘടനാ നിർമ്മാണ സമിതി 1949
നവംബർ മാസം 26-ാം തീയതി ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കി ഒപ്പിട്ട് ഇന്ത്യക്ക് സമർപ്പിച്ചു. ആ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി മാസം 26-ാം തീയതിയാണ്. നമുക്ക് നോക്കാം പ്രൊസീജിയേഴ്സ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റീസൺ വാസ് എംബസൈസ്. ജനകീയ പങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയത്. The Constituent Assembly had 8 committees and they all worked together. ഏതാണ്ട് 8 കമ്മിറ്റികളും അവര് ഒരേപോലെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. The Assembly met for 166 days. 166 ദിവസം അസംബ്ലി മെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ് ഓവർ 2 years, 11 months and 17 days. ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി എടുത്തത് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. Its sessions were open to the press and public alike. ഇതിന്റെ ഓരോ സമ്മേളനങ്ങളും മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും തുറന്നു കൊടുത്തിരുന്നു. Our constitution was ready and signed by Constituent Assembly on 26th November 1949. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തയ്യാറാക്കി ഒപ്പുവെച്ച് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 1949 നവംബർ 26-ാം തീയതിയാണ്. It came into effect on 26th January 1950. അത് പ്രാബല്യത്തിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. ഇനി 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഒരു രാഷ്ട്രത്തിന് സ്വന്തമായിട്ട് ഭരണഘടന വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ആ രാഷ്ട്രത്തിലെ പ്രസിഡന്റിനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ആ രാഷ്ട്രം റിപ്പബ്ലിക്കാകുകയാണ്. എന്തുകൊണ്ടാണ് 26th ജനുവരി 1950 റിപ്പബ്ലിക് ഡേ ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടന എൻഫോഴ്സ് ചെയ്ത ദിവസമായിട്ട് വരാനുള്ള കാരണം? അതിന് ഒരു ചരിത്രമുണ്ട്. 1930 ജനുവരി മാസം 26-ാം തീയതി ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതിന് മുൻപ് തന്നെ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സ്വരാജ് ഡിക്ലറേഷൻ നടക്കുകയും നമ്മുടെ പതാക ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ട് ഉയർത്തുകയും ചെയ്ത വർഷവും 1930 ജനുവരി മാസം 26-ആണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുസ്മരണമായിട്ടാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്രകാരമാണ് നിർമ്മിക്കപ്പെട്ടത് നമ്മൾ അതിൻ്റെ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയതെന്നും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്നും ഭരണഘടനയുടെ ശില്പി ആർക്കിടെക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ BR അംബേദ്കർ ആണെന്നും നമ്മൾ കണ്ടു. ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യ സമ്മേളനം നടത്തിയത് 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണെന്നും 2 വർഷവും 11 മാസവും
17 ദിവസവും എടുത്ത് 1949 നവംബർ മാസം 26-ാം തീയതി ഇന്ത്യക്കായി ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന തയ്യാറാക്കുകയും ചെയ്തു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ ആദ്യ പാഠത്തിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഭരണഘടന എന്തുകൊണ്ട്, എങ്ങനെ. നമ്മൾ ആദ്യ 2 ക്ലാസ്സുകളിൽ ഭരണഘടനയുടെ ഫങ്ഷൻസ് എന്താണെന്നും ഒരു ഭരണഘടനയുടെ അതോറിറ്റി, ആധികാരികത എന്താണെന്നും, 2ാമത്തെ ക്ലാസ്സിൽ എപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കപ്പെട്ടതെന്നും ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ കടമെടുത്തിരിക്കുന്നത്, അത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ എപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ചത് എന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഹെറിറ്റൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്സ്, ദേശീയ പ്രസ്ഥാനങ്ങൾ എപ്രകാരമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ചത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ മാസം 13-ാം തീയതി ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ ലക്ഷ്യപ്രമേയത്തിലെ പല പോയിന്റുകളും നമ്മൾ പ്രയാമ്പിളിൽ പിന്നെ കാണുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് പ്രയാമ്പിൾ. പ്രയാമ്പിളിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ മുന്നോട്ട് നയിച്ച ലക്ഷ്യങ്ങളായിരുന്നു ഈ ലക്ഷ്യപ്രമേയത്തിൽ ഉണ്ടായിരുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ദാറ്റ് ഡിഫൈൻഡ് ആസ് ദി എയിംസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ലക്ഷ്യങ്ങളായിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ അകത്തുണ്ടായിരുന്നത്. മൂവ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത് ഓൺ 13th December 1946. 1946 ഡിസംബർ മാസം 13-ാം തീയതി ആയിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മുൻപാകെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്. മെയിൻ പോയിന്റ്സ് ഓഫ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ: ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സോവറിൻ റിപ്പബ്ലിക്. ലക്ഷ്യപ്രമേയത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സോവറിൻ റിപ്പബ്ലിക്. ഇന്ത്യ ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമാണ്. All people of India shall be guaranteed and secured social, economic and political justice. എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുന്ന 3 തരത്തിലുള്ള നീതിയെക്കുറിച്ച് പറയുന്നു: സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം. All people of India shall be guaranteed and secured social, economic and political justice. The land would promote world peace and welfare of mankind. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും മാനവരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ലക്ഷ്യപ്രമേയത്തിൽ
1946 ഡിസംബർ മാസം 13-ാം തീയതി ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്. ഇത് പിന്നീട് പ്രയാമ്പിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് പ്രയാമ്പിൾ. നമ്മൾ ഇൻട്രൊഡക്ഷൻ, ഓരോ പുസ്തകങ്ങൾക്കും ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഭരണഘടനയുടെ ഇൻട്രൊഡക്ഷന് പറയുന്ന പേരാണ് പ്രയാമ്പിൾ എന്ന് പറയുന്നത്. നമ്മളത് വീണ്ടും ചർച്ച ചെയ്യപ്പെടും. അവിടെ നമ്മൾ പ്രയാമ്പിൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഈ വാക്കുകളൊക്കെ നമ്മൾ എടുത്തത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഇൻസ്റ്റിറ്റ്യൂഷന് അറേഞ്ച്മെന്റ്സുകൾ നടത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഗവൺമെന്റിന് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ആ 3 ഓർഗൻസിന് എന്തൊക്കെ അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അത് എപ്രകാരമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം on evolving the right balance among the various institutions like executive, legislature and judiciary. നിയമനിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് തീരുമാനിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും ജുഡീഷ്യറിക്കും എപ്രകാരമാണ് അധികാരം വിഭജിച്ചു കൊടുക്കേണ്ടത്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ലെജിസ്ലേച്ചർ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ലെജിസ്ലേച്ചർ മേക്സ് ലോ. ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ലെജിസ്ലേച്ചറാണ്. ദെൻ നമ്മൾ കണ്ടു എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടഡ് ദി ലോ ഓർ ഇംപ്ലിമെന്റിംഗ് ദി ലോ മെയ്ഡ് ബൈ ദി ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങളെ നടപ്പിലാക്കുക എന്നതാണ് എക്സിക്യൂട്ടീവിന്റെ ജോലി എന്ന് പറയുന്നത്. ജുഡീഷ്യറി തർക്കങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഓർഗനാണ്. ഇങ്ങനെ 3 ഓർഗൻസുകൾക്കും എന്തൊക്കെ അധികാരങ്ങൾ കൊടുക്കണം, അത് എപ്രകാരം വിഭജിച്ച് കൊടുക്കണം എന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി ഏറ്റവും കൂടുതൽ സമയമെടുത്ത് തീരുമാനിച്ചത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഏറ്റവും കൂടുതൽ 75% ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഇനി നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ മറ്റ് പല രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ സാഹചര്യത്തിന് ഏറ്റവും ചേർന്നതാണെന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് തോന്നിയതുകൊണ്ട് പല കാര്യങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ കടമെടുത്തിരിക്കുന്ന 5 രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പാഠഭാഗത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടമെടുത്തിരുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നമ്മളെ 1947 വരെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ആ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടമെടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കടമെടുത്ത കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് 10 പേർ മത്സരിക്കുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ നമ്മൾ
നമ്മുടെ വിജയിയായിട്ട് തെരഞ്ഞെടുക്കുന്നു. അല്ലെങ്കിൽ എതിരാളികളെക്കാൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ വിജയിയായിട്ട് തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത രണ്ടാമത്തെ കാര്യമാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. നമുക്കറിയാം, ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചറിയാം. പാർലമെന്റ് എന്ന് പറയുന്നത് 3 ഘടകങ്ങൾ ചേരുന്നതാണ്: പ്രസിഡന്റ്, രാജ്യസഭ, ലോക്സഭ. അന്നേരം ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ പ്രത്യേകതകളുണ്ട്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ അകത്ത് പ്രൈം മിനിസ്റ്റർ ഈസ് ദി റിയൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, പ്രസിഡന്റ് ഈസ് ദി നോമിനൽ ഹെഡ്, ആൻഡ് പ്രൈം മിനിസ്റ്റർ ഈസ് അക്കൗണ്ടബിൾ ടു ദി ലെജിസ്ലേച്ചർ. ഇങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യാലിറ്റികൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അന്നേരം പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഐഡിയ ഓഫ് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്ന് പറയുന്ന, എല്ലാവർക്കും തുല്യനീതി, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ നിയമം എന്ന് പറയുന്ന റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്ന് പറയുന്ന ആശയവും നമ്മൾ കടമെടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്പീക്കർ ആൻഡ് ഹിസ് റോൾ. സ്പീക്കർ, അദ്ദേഹത്തിന്റെ പങ്ക്. ലോകസഭയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സ്പീക്കറാണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലെയും നിയമനിർമ്മാണ സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നതും സ്പീക്കറാണ്. അങ്ങനെ ലോകസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറായ സ്പീക്കറും അതുപോലെ നിയമസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള സ്പീക്കറും അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ചുമുള്ള ആശയം നമ്മൾ കടമെടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ ലോ മേക്കിംഗ് പ്രൊസീജിയർ. ഇന്ത്യയിൽ എപ്രകാരമാണ് നിയമം നിർമ്മിക്കുന്നത്? ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നതിന് 5 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന്, ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്, തേർഡ് റീഡിംഗ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പ്രധാനമായും കടമെടുത്ത 5 കാര്യങ്ങൾ: ഒന്ന്, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ്; 2, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്; ഐഡിയ ഓഫ് റൂൾ ഓഫ് ലോ; ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്പീക്കർ ആൻഡ് ഹിസ് റോൾ; ലോ മേക്കിംഗ് പ്രൊസീജിയർ. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, നിയമവാഴ്ച, സ്പീക്കറും അദ്ദേഹത്തിന്റെ പങ്കും, നിയമനിർമ്മാണ പ്രക്രിയ. ഈ 5 കാര്യങ്ങൾ നമ്മൾ കടമെടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടമെടുത്ത ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭരണഘടനയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പ്രയാമ്പിൾ കണ്ടു. എന്താണ് പ്രയാമ്പിൾ എന്ന് പറഞ്ഞു? ഇൻട്രൊഡക്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയമാണ് നമ്മൾ കടമെടുത്തത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അടുത്ത പാഠത്തിൽ നമ്മൾ പഠിക്കും. മൗലിക അവകാശങ്ങൾ: റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത്രയും കാര്യങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇത് നമ്മൾ നമ്മുടെ 2ാമത്തെ പാഠത്തിൽ പഠിക്കും. അടുത്തത് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, ഭരണഘടനയ്ക്ക് അനുസൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനും ഭരണഘടനയ്ക്ക് എതിരാണെന്ന് കണ്ടെത്തിയാൽ
അതിനെ തടയുന്നതിനുമുള്ള ജുഡീഷ്യറിയുടെ അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. നാലാമതായിട്ട് കടമെടുത്തത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, സ്വതന്ത്ര ജുഡീഷ്യറി. ഇന്ത്യയിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി 3 ഓർഗൻസ് ഓഫ് ദി ഗവൺമെന്റ് ആണ്. ഇതിൻ്റെ അകത്ത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും പരസ്പരം കൈകോർത്താണ് ഇന്ത്യയിൽ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ആര് സ്വതന്ത്രയാകണം? ജുഡീഷ്യറി സ്വതന്ത്രയായിട്ട് നിൽക്കണമെന്നുള്ള ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത 4 കാര്യങ്ങൾ: പ്രയാമ്പിൾ, ആമുഖം; ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ; പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം; ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, സ്വതന്ത്ര ജുഡീഷ്യറി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തത്വങ്ങൾ നടപ്പിലാക്കിയാൽ വി ക്യാൻ ഡെവലപ്പ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ. DPSP എന്ന് പറയും, DPSP, നിർദ്ദേശക തത്വങ്ങൾ. ഇത് നമ്മൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. അതുപോലെ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. നമ്മൾ ഫ്രഞ്ച് വിപ്ലവം സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകളിൽ പഠിച്ചപ്പോൾ ഈ പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഈ 3 ആശയങ്ങൾ നമ്മൾ കടമെടുത്തത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ആശയങ്ങളായിരുന്നു ലിബർട്ടി, സ്വാതന്ത്ര്യം; ഇക്വാലിറ്റി, സമത്വം; ഫ്രട്ടേണിറ്റി, സാഹോദര്യം. ഇനി നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത കാര്യം ദ ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്, അർത്ഥ ഫെഡറൽ സംവിധാനം. ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് റിയൽ ഫെഡറലിസം അല്ല. ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് ക്വാസി ഫെഡറൽ ആണ്. ക്വാസി ഫെഡറൽ മീൻസ് എ ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്. ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് കൂടുതൽ ശക്തമാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉള്ള ഭരണ സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്. ഈ ആശയം നമ്മൾ കടമെടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ റെസിഡ്യൂവൽ പവേഴ്സ്, അവശിഷ്ട അധികാരങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പല പുതിയ സംഭവവികാസങ്ങളും ലോകത്തുണ്ടാകാം, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ദൃഷ്ടിയിൽപ്പെടാത്ത പല സംഭവങ്ങളും ഇനി ഭാവിയിൽ വന്നേക്കാം. അന്നേരം അക്കാര്യങ്ങൾ ആര് കൈകാര്യം ചെയ്യണം എന്ന് ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ടു, പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 5 കാര്യങ്ങൾ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 4 കാര്യങ്ങൾ, അതുപോലെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയം, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് ആൻഡ് റെസിഡ്യൂവൽ പവേഴ്സ്. ഇനിയും ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന പല ആശയങ്ങളുമുണ്ട്. നമ്മൾ നമ്മുടെ 1ാമത്തെ പാഠത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ചർച്ചാ വിഷയമാക്കാം. ആദ്യ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കോമ്പാക്ട് ഡോക്യുമെന്റ്
that comprises a number of articles about the state, specifying how the state is to be constituted and what norms it should follow. ഭരണഘടന എന്ന് പറയുന്നത് ഒരു സമഗ്രമായിട്ടുള്ള പ്രമാണരേഖയാണ്. സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഭരിക്കപ്പെടേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അത് ചെയ്യേണ്ടത്, ഇക്കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിയമപുസ്തകമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ ഭരണഘടനയ്ക്കും 5 ധർമ്മങ്ങളാണുള്ളത്. ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്, specification of decision making powers, limitation on the powers of the government, aspirations and goals of society and fundamental identity of a people. Constitution സഹകരണവും ഏകോപനവും ഉറപ്പു നൽകുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ മൗലിക വ്യക്തിത്വം ഉറപ്പു നൽകുന്നു. ഒന്നാമത്തെ ക്ലാസ്സിൽ പിന്നെ നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ദ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മോഡ് ഓഫ് പ്രൊമൾഗേഷൻ, പ്രഖ്യാപന രീതി. ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ. ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ, സന്തുലിത സ്ഥാപന രൂപരേഖ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ആദ്യ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ നമ്മുടെ 2ാം ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത്. അവിടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ചും അതിന്റെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ചും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ എപ്രകാരമായിരുന്നു ഓരോ ആർട്ടിക്കിൾസും രൂപപ്പെട്ടതെന്നും നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ 395 വകുപ്പുകളായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഉണ്ടായിരുന്നത്. 395 വകുപ്പുകളായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.